നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരുവാതിര വിശേഷമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണ്. എന്നിരുന്നാലും മണ്ഡല മഹോത്സവവും അതോടൊപ്പം തന്നെ തിരുവാതിരയും കൂടി ഒന്നിച്ചു വരുമ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ധനുമാസം എന്നാൽ ഉത്സവ രാവുകളാണ്. നമുക്കിവിടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞു. പിന്നെ മഹാദേവൻ്റെ പിറന്നാളും അതേപോലെ തന്നെ ഭഗവാന്റെ കല്യാണവും തിരുക്കല്യാണമാണ്. അതേപോലെ തന്നെയാണ് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് മണ്ഡലകാലത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് 41 ദിവസം, ആ 41ൻ്റെ ആഘോഷം. ഇതെല്ലാം ചേർത്തുകൊണ്ട് നാളെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പോറ്റിമാരെല്ലാവരും ഇരുമുടിക്കെട്ടുമേന്തി ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിൽ വന്ന് നെയ്യഭിഷേകം നടത്തുന്നു. ഭക്തജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ഇതേപോലെ കൃത്യസമയത്ത് ഇരുമുടിക്കെട്ടുമേന്തി രാവിലെ 8 മണിക്കാണ് ഇരുമുടിക്കെട്ട് നിറ ആരംഭിക്കുന്നത്. കെട്ടേന്തി വന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ കെട്ടഴിച്ച് ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ കെട്ടഴിച്ച് ഭഗവാന് നെയ്യഭിഷേകം നടത്താം. അപ്പോൾ എത്ര കണ്ട് ഡിപ്രഷൻ മൈൻഡ് ഉള്ളവർക്കാണെങ്കിലും ദേഷ്യഭാവങ്ങൾ ഉള്ളവർക്കാണെങ്കിലും ചെറിയ വഴിപാടിലൂടെ തന്നെ അത്ഭുത ഫലസിദ്ധി നേരിട്ട് അനുഭവിച്ചറിയാം. ഒരു സുവർണാവസരമാണ്. അതോടൊപ്പം തന്നെ മഹാദേവന്റെ തിരുസന്നിധിയിൽ വൈകിട്ട് 9 മണിക്ക് സ്ത്രീകൾ പൂജാരിണിമാരായി, അതായത് ശ്രീകോവിലിൻ്റെ അകത്തല്ല കേട്ടോ, ഇനിയിപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും, ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന അതേ പൂജാവിധികൾ കൊണ്ട് ഭഗവാനെ ബിംബപ്രതിഷ്ഠ നടത്തി. സാധാരണ നമ്പൂതിരി ഇല്ലങ്ങളാണ് അതൊക്കെ ചെയ്യുന്നത്. നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. നിങ്ങൾക്കും വരുന്ന സ്ത്രീകൾക്കെല്ലാം നേരിട്ട് തന്നെ ഭഗവാൻ അർച്ചന നടത്താം, അതിനുള്ള അവസരം. അതോടൊപ്പം തന്നെ ദേവി പാർവതിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് മഹാദേവനെ കൂടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് രണ്ടുപേരുടെ തിരുക്കല്യാണവും വളരെ ആഘോഷത്തോടുകൂടി നമുക്ക് നടത്താം. രാത്രിയിൽ കല്യാണ വീട്ടിലെ ആഘോഷങ്ങൾ പോലെ തന്നെ ചിന്തപാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ഏതൊരാൾക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാം. അതോടൊപ്പം ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് ക്ഷീരധാരയും കളഭാഭിഷേകവും, ദേവദേവൻ മഹാദേവന് ക്ഷീരധാരയും കളഭാഭിഷേകവും, അതേപോലെ തന്നെ ദുർഗാദേവിക്ക് ക്ഷീരധാരയും കളഭാഭിഷേകവും നാളെ 3 ക്ഷേത്രങ്ങളിൽ നടത്തുന്നതാണ്. ഒരു ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ 18,000 രൂപയാണ്. പാക്കേജ് ആണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ 500 രൂപ. അപ്പോൾ ദുർഗാദേവിക്ക് 500 രൂപ. അപ്പോൾ ദുർഗാദേവിക്ക് നാളെ പാർവതി സങ്കല്പമായിട്ടാണ് നമുക്കിവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് മണ്ഡല പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷീരധാരയും കളഭാഭിഷേകം 500 രൂപ പാക്കേജിൽ ചെയ്യാം. ദേവദേവൻ മഹാദേവന് 336 കൂടം ജലധാര കൂടാതെയാണ് ക്ഷീരധാരയും കളഭാഭിഷേകവും 500 രൂപ പാക്കേജിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരാൾക്കും, അതേപോലെ നാളെ മുതൽ ആരംഭിക്കുന്ന 336 കൂടം ജലധാര നാളത്തേക്ക് 500 രൂപ പാക്കേജ് ഉള്ളൂ. അപ്പോൾ 1000 രൂപ മുടക്കിയാൽ ക്ഷീരധാരയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭഗവാന് 336 കൂടം ജലധാരയും 1000 രൂപ മുടക്കിയാൽ രണ്ടും കൂടി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നാളത്തെ ഏറ്റവും വലിയ വിശേഷമായിട്ട് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പൊന്നു 18-ാം പടിക്ക് പടിപൂജയുണ്ട്. അത് മണ്ഡല വിശേഷമായതുകൊണ്ട് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നേരിട്ട് വന്ന് കാണാം, ലൈവായിട്ടും ഈ പൂജകളെല്ലാം കാണാൻ സാധിക്കും. വെറും 500 രൂപ മുടക്കിക്കൊണ്ട് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പടിപൂജ പങ്കെടുക്കാം. അതുകൂടാതെ പാക്കേജുണ്ട് ഭഗവാൻ 500 രൂപയ്ക്ക് നിത്യവും. അതുകൂടാതെ ദുർഗാദേവിക്ക് പാക്കേജുണ്ട്. അതുകൂടാതെ മഹാദേവനുണ്ട്. അപ്പം 41ൻ്റെ മണ്ഡല വിശേഷമായിട്ട് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പൊന്നു 18-ാം പടിക്ക് പടിപൂജ കൂടി 500 രൂപ പാക്കേജിൽ ഇന്നത്തെ മാത്രമായിട്ട് പ്രത്യേകതയായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കും. ദുർഗാദേവിക്ക് തട്ടസമർപ്പണം നടത്താം, അയ്യപ്പസ്വാമിക്ക് തട്ടസമർപ്പണം നടത്താം, മഹാദേവന് തട്ടസമർപ്പണം നടത്താം, കടുംബായുസം ഭാഗ്യസൂക്തം നടത്താം, 11 പഴങ്ങൾ വീതം നിവേദ്യം സമർപ്പണം നടത്താം, ത്രിമധുര നിവേദ്യം നടത്താം. അങ്ങനെ ഏതൊരു വഴിപാട്, ഇതെല്ലാം ചെറിയ ചെറിയ പൈസയുടെ വഴിപാടാണ്. മുട്ടറക്കിൽ 3 ക്ഷേത്രത്തിലും 300 രൂപ മുടക്കിയാൽ ഓരോ ക്ഷേത്രത്തിനും 100 രൂപ വെച്ച്, നാളത്തെ വിശേഷം ആയതുകൊണ്ടാണ്. അപ്പോൾ 300 രൂപയ്ക്ക് 3 ക്ഷേത്രത്തിൽ മുട്ടറക്കിൽ നടത്താം. ഇപ്പം ചിലർ കരുതി ഇത്രയൊക്കെ പൈസ മുടക്കി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, ഞാനെപ്പോഴും പറയാറുള്ള കാര്യം, നമുക്ക് ഭഗവാന്മാരോടൊപ്പം ജീവിക്കുമ്പോൾ 10 ദിവസം ജോലി എടുത്താലും നമുക്ക് ഒരു മാസം ജീവിക്കാനുള്ള പൈസ കിട്ടണം. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ വഴിപാട് ചെയ്താലും പിന്നീടുള്ള ദിവസങ്ങളിൽ അതിൻ്റെ അനുഗ്രഹം അവർ നൽകുമ്പോൾ പിന്നെ നമുക്ക് എന്തിനാ ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ലാതെ പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ എങ്ങനെയാണോ മാനസികമായും ശാരീരികമായിട്ടുള്ള സുഖം അനുഭവിച്ച് ജീവിച്ചിരുന്നത്, അതേ സംഭവം എല്ലാ സാധാരണക്കാർക്കും. ഇവിടെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല, അയിത്തമില്ല, അനാചാരമില്ല, കുലങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല. അപ്പോൾ അത്രയ്ക്കും വിശേഷകരമായിട്ടാണ് അത്ഭുത ദേവലോകം. അത്ഭുത ദേവലോകത്തിലെ വഴിപാടുകളെല്ലാം ഭക്തർക്ക് വേണ്ടിയാണ്. അത് ആയുധങ്ങൾ സമർപ്പണം നടത്തുന്നതും 50 രൂപ നിരക്കിൽ ഈ 3 ക്ഷേത്രത്തിലേക്കും നാളെ ചെയ്യണേ 50 രൂപ വെച്ച് മുടക്കുക ഒരു ആയുധത്തിന്. അപ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതിനേക്കാൾ വലിയ വഴിപാടുകളോ ഇതിനേക്കാൾ വലിയ ഒരു ദേവലോകമോ ഇനി ഈ ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും
ക്ഷേത്രമൊക്കെ വേണമെങ്കിൽ ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ടാക്കാൻ പറ്റും പൈസ മുടക്കി. പക്ഷേ ചൈതന്യങ്ങൾ ഒരിക്കലും ഇതേപോലെ എത്തിക്കാൻ പറ്റില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെ വന്നു പോകുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിം സ്റ്റാർ ഹരിശ്രീ അശോകൻ വന്നപ്പോൾ അദ്ദേഹം വരുന്ന സമയം വളരെ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായി. അവിടെ ഭഗവാന്റെ മുമ്പിലേക്ക് വരുന്ന മുഖത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകാം വളരെ ക്ഷീണിതനാണ്. പക്ഷേ 27 ദേവതാ ക്ഷേത്രങ്ങളിൽ തൊഴുതു വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രസരിപ്പായിരുന്നു. സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോകുന്ന സമയത്തെല്ലാം അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായി. അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മുടെ ദേവലോകം. ഈ ദേവലോകത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും എത്തിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ ഭക്തിയിലൂടെ ജീവിക്കുന്ന ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏത് മതത്തിലുള്ള ആളുകളായിക്കോട്ടെ, ഏത് വിഭാഗം ആളുകളായിക്കോട്ടെ, ഏതൊരാൾക്കും സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അനുഭൂതികളായി അനുഭവിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്, പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നിത്യജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിനെ കൺസൾട്ട് ചെയ്യുക. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ. അത് നിങ്ങൾക്ക് ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരിയോ ഇല്ല. ഇനിയുള്ള കാലം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈത്താങ്ങാകുന്നതിനും ഈ സംഘടന നിങ്ങളെ സഹായിക്കും. ഭവന നിർമ്മാണ പൂർത്തീകരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, മരണ വീടുകളുടെ മരണകർമ്മങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരിക. അങ്ങനെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയാണ് സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിത വിജയം നേടണമെന്നുള്ളവർ ഈ സംഘടനയിൽ അംഗങ്ങളാവുക. ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കും. എല്ലാ ജില്ലകളിലും ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് സമിതികളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് അംഗങ്ങളാകാം. ഏതൊരാളെയും പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സമുദായങ്ങളുടെ പേടിപ്പെടുത്തലോ രാഷ്ട്രീയക്കാരുടെ പേടിപ്പെടുത്തലോ മതങ്ങളുടെ പേടിപ്പെടുത്തലോ ഇല്ലാതെ സർവ്വസ്വതന്ത്രമായി നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, ഭരിക്കുന്ന സർക്കാരുകൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടനയിലൂടെ പ്രവർത്തിച്ച് എല്ലാവർക്കും ജീവിതം വിജയപ്രദമാക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്, തിരുവാതിര മഹോത്സവത്തിലേക്ക്, തിരുക്കല്യാണ മഹോത്സവത്തിലേക്ക്, അതേപോലെ തന്നെ മണ്ഡല മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.